ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 37. അർജുന ഉവാച അയതി ശ്രദ്ധയോപേദോ യോഗാച്ചലിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ശ്ലോകം 38. കച്ചിന്നോ ഭയവിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി അപ്രദിഷ്ടോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപദേ. ശ്ലോകം 39. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷതഃ ത്വദന്യ സംശയസ്യാസ്യ ചേത്താനഹ്യുപപദ്യതേ. അല്ലയോ കൃഷ്ണ, ശ്രദ്ധാലുവും അയതിയുമായ ഒരാൾ യോഗത്തിൽ നിന്നും ചലിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായാൽ യോഗ സംസിദ്ധിയെ പ്രാപിക്കാത്ത അയാൾ എന്തു ഗതിയെ പ്രാപിക്കും? അല്ലയോ മഹാബാഹോ, ചിഹ്നമായ മേഘം പോലെ വിഭ്രഷ്ടനും ബ്രഹ്മമാർഗത്തിൽ വിമൂഢനും അപ്രതിഷ്ഠനുമായ അയാൾ നശിച്ചു പോകില്ലേ? അല്ലയോ കൃഷ്ണ, എൻ്റെ ഈ സംശയത്തെ നീക്കിത്തരണമേ. അങ്ങല്ലാതെ ഈ സംശയത്തെ നീക്കാൻ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല. ഇവിടെ 27 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ നാം പഠിച്ച ആ പരമാനന്ദ ഭാവം, സർവാത്മഭാവം, സമദർശിത്വം, ആ ഒരു ലക്ഷ്യപ്രാപ്തിയെയാണ് ഇവിടെ യോഗ സംസിദ്ധി എന്നുള്ളത് കൊണ്ട് വിശേഷിപ്പിച്ചത്. സർവത്തിലും ആത്മദൃഷ്ടി കൈവന്ന ഒരാളുടെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും പരമാനന്ദവും അതുതന്നെയാണ് മുക്തി. ആ മുക്തിയിലേക്കുള്ള വഴിയിലൂടെ ശ്രദ്ധയോടുകൂടി സഞ്ചരിച്ച ഒരു യോഗി. ശ്രദ്ധയോടുകൂടി എന്ന് പറയുമ്പോൾ ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള ഉറച്ച വിശ്വാസത്തിനാണ് ശ്രദ്ധ എന്ന് പറയുക. അങ്ങനെ വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി യോഗാനുഷ്ഠാനങ്ങളെ ചെയ്ത ഒരു യോഗി, അതുകൊണ്ട് തന്നെ അയാൾ വിഷയങ്ങളുടേതായ തുച്ഛസുഖത്തിൽ നിന്ന്, വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളെല്ലാം ദുഃഖത്തോടൊത്തവയാണ്, അത് അശാന്തിയോടൊത്തതാണ് എന്നുള്ള തിരിച്ചറിവിൽ അതിൽ നിന്ന് അയാൾ ഭ്രഷ്ടനായി. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വിഷയങ്ങളിൽ സുഖമുണ്ട്. ആ സുഖം തുച്ഛമാണെങ്കിലും ശാശ്വതമല്ലെങ്കിലും അതെങ്കിലും അവർക്കുണ്ട്. ഇത് ഗുരുവിലും ശാസ്ത്രത്തിലും ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും പരമമായ ആനന്ദത്തിനായിക്കൊണ്ട്, സമദർശിത്വത്തിനായിക്കൊണ്ട്, മുക്തിക്കായിക്കൊണ്ട് പരിശ്രമിച്ചു. അങ്ങനെയുള്ള യോഗി, അയാൾക്ക് വിഷയ സുഖങ്ങളില്ല. അതിൽ നിന്ന് അയാൾ ഭ്രഷ്ടനായി. എന്നാൽ പരമമായ ആ തലത്തിലേക്ക്, ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷത്തിലേക്ക് ഒട്ടെത്തിയുമില്ല. അതിനു മുമ്പ് അയാൾ ശരീരം വിട്ടുപോവേണ്ടി വന്നാൽ അയാൾക്ക് എന്ത് ഗതിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. സാധാരണ പറയാറില്ലേ, ഇല്ലത്തുനിന്ന് വിടും ചെയ്തു അമ്മാത്തോട്ട് എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞ പോലെ, പിടിച്ചതിനെ വിട്ടു, ഇനി പറക്കുന്നതിനെ പിടിക്കാൻ പോവാ. പക്ഷെ പറക്കുന്നതിനെ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ലോകസുഖങ്ങളും പരമാനന്ദ പ്രാപ്തിയും രണ്ടും നിന്നും അയാൾ ഭ്രഷ്ടമായി പോവില്ലേ? അയാൾക്ക് അന്യമായി പോവില്ലേ? അയാൾ ഒന്നും അല്ലാതായി പോവില്ലേ? അയാളുടെ ജീവിതം വെറും വ്യർത്ഥമായി പോവില്ലേ? ഇതാണ് അർജുനന്റെ സംശയം. അപ്പൊ കർമ്മമാർഗത്തിൽ നിന്നും യോഗമാർഗത്തിൽ നിന്നും ഭ്രഷ്ടനായ അയാൾ
ചിന്നാഭ്രം പോലെ നശിച്ചു പോകില്ലേ എന്നാണ് സംശയം. ചിന്നാഭ്രം എന്ന് പറയുമ്പോൾ ആകാശത്ത് വലിയ വലിയ മേഘങ്ങൾ അങ്ങനെ ചിഹ്നഭിന്നമായിട്ട് അങ്ങനെ ഒഴുകുന്നത് കാണാം. അത് മഴ ഇപ്പോൾ പെയ്യുമെന്ന് തോന്നും, പക്ഷെ പിന്നെ അത് തീരെ അപ്രത്യക്ഷമായി പോകും. ഇതുപോലെ തൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ജപാതി സാധന അനുഷ്ഠാനങ്ങളും എല്ലാം വ്യർത്ഥമായി പോവില്ലേ? ഇതാണ് ഇവിടെ സംശയം. ആ സംശയത്തെ ഉന്നയിച്ചപ്പോൾ ഇവിടെ അർജുനൻ പറയുകയാണ്, എൻ്റെ ഈ സംശയത്തെ നീക്കാൻ ഞാൻ അങ്ങയെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ ഒരു ഋഷിയോ ഒരു ദേവനോ ഒന്നും ഈ സംശയത്തെ നീക്കിത്തരാൻ വരില്ല. ഉത്തമനായ ഗുരു അങ്ങ് തന്നെയാണ് ഭഗവാനെ. അതുകൊണ്ട് അങ്ങ് എനിക്ക് ഈ സംശയത്തെ ഇല്ലാതാക്കി തരണമേ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഒരാൾ യോഗസിദ്ധിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധാപൂർവം പ്രയത്നിക്കുന്ന ആളാണ്, ശ്രദ്ധയില്ലാതെ പ്രയത്നിക്കുന്ന ആളൊന്നുമല്ല. യോഗാനുഷ്ഠാനത്തിലൂടെ പരമമായ പദത്തെ നേടാമെന്ന് അയാൾക്ക് വിശ്വാസവുമുണ്ട്. പക്ഷേ വിഷയങ്ങളുടെ മാടി വിളിക്കലുകളിൽ പെട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അയാൾ അതിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ആത്മസംയമനം പാലിക്കാൻ ഭോഗേച്ഛയ്ക്ക് അടിമപ്പെട്ടിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ യോഗമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് അയാൾ അകാലത്തിൽ മരണപ്പെടുകയോ മറ്റോ ചെയ്താൽ അയാളുടെ നില എന്തായിരിക്കുമെന്നാണ് അർജുനന്റെ സംശയം. ഇപ്പൊ ലൗകിക സുഖങ്ങൾ വിട്ട് ഇറങ്ങുകയും ചെയ്തു, ബ്രഹ്മാനന്ദമൊട്ട് കിട്ടിയതുമില്ല എന്ന് വരുന്നത് വലിയ കഷ്ടമല്ലേ? വിഷയജീവിതം നിസ്സാരമാണെന്ന് പറഞ്ഞു തള്ളുന്നുണ്ടെങ്കിലും അതിൽ സുഖം ഒട്ടുമില്ലെന്ന് ഒരാചാര്യനും പറഞ്ഞിട്ടില്ല. പക്ഷെ യോഗാനുഷ്ഠാനത്തിന് പുറപ്പെട്ടാൽ വിഷയങ്ങളിൽ നിന്ന് കിട്ടുമായിരുന്ന ആ ക്ഷണിക സുഖങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. രണ്ടും കൂടി ഒന്നിച്ച് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ധ്യാനയോഗ സിദ്ധി പ്രാപിക്കാഞ്ഞാൽ ബ്രഹ്മാനന്ദം ലഭിക്കുകയുമില്ല. യോഗഭ്രഷ്ടന് വിഷയാനന്ദവും ബ്രഹ്മാനന്ദവും രണ്ടും അനുഭവിക്കാനാവില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഇവിടെ പറയുന്നത്. ഈ സംശയത്തിന് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. അയാൾ ചിന്നിച്ചിതറിയ മേഘം പോലെ നശിച്ചു പോവില്ലേ? ജീവിതം വ്യർത്ഥമാവില്ലേ ഭഗവാനെ? വേനൽക്കാലത്ത് മലമുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മേഘപടലങ്ങൾ കാറ്റിൽപ്പെട്ട് ആകാശത്തിലൂടെ പറക്കുമ്പോൾ അത് അങ്ങിങ്ങായി ചിന്നിച്ചിതറി പോകുന്നത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ മഴയായി തീർന്ന് ജീവികൾക്ക് ആശ്വാസം നൽകാൻ ഉതകാത്ത അവ കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ച് നശിച്ചു പോകുമല്ലോ. അങ്ങനെ ബ്രഹ്മമാർഗത്തിൽ നിലയുറയ്ക്കാതെ പലവിധ വ്യാമോഹത്തിൽ കുടുങ്ങി നട്ടം തിരിഞ്ഞ് അയാൾ നശിച്ചു പോവില്ലേ? ഇതാണ് ആ ചോദ്യത്തെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. എൻ്റെ ഈ സംശയം തീർക്കാൻ അങ്ങക്കേ കഴിയൂ. അതുകൊണ്ട് അങ്ങ് തന്നെ ഈ സംശയം മുഴുവനും തീർത്തു തരണമേ. അപ്പൊ ചഞ്ചലമായ മനസ്സിനെ നിശ്ചലമാക്കാൻ വയ്യെന്നിരിക്കെ ആത്മസാക്ഷാത്കാരം അപ്രായോഗികമല്ലേ എന്നായിരുന്നു അർജുനന്റെ ആദ്യത്തെ ചോദ്യം. ആ സംശയം തീർന്നപ്പോൾ സംശയങ്ങൾ കഴിഞ്ഞു എന്നാണ് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ വീണ്ടും സംശയം വന്നു. ആ ചഞ്ചലമായ മനസ്സിനെ അഭ്യസിച്ചെടുക്കുന്നതിനിടയിൽ നിബദിച്ചു പോയാൽ അതും നാശത്തിന് കാരണമല്ലേ? ഈ സംശയത്തെ തീർക്കാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ. ഇതാണ് ഈ 3 ശ്ലോകങ്ങളിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നത്, അഥവാ അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ.